അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതീവ സുന്ദരിയായ സാറാ ബീവിയും ദീൻ പ്രചരണാർത്ഥം ഓരോ രാജ്യങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടാണ് പ്രചരണം നടത്തുന്നത് കേട്ടോ, ദീൻ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ മിസറിലെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കേട്ടു അവിടുത്തെ രാജാവ് വളരെ മോശക്കാരനായ ആളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ സുന്ദരികളായ സ്ത്രീകളെ കയ്യിൽ കിട്ടിയാൽ മോശമായ രീതിയിൽ അദ്ദേഹം സമീപിക്കും. അതുകൊണ്ട് അവരുടെ കൂടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരെയും വധിച്ച് കളയും എന്നൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കേട്ടു കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇബ്രാഹിം നബി ഭാര്യ സാറാ ബീവിയോട് പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞാൽ മതി, ഭർത്താക്കന്മാരാണെങ്കിൽ ഉടനെ വധിച്ചു കളയുമല്ലോ, അപ്പോൾ സഹോദരനാണെന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ടിട്ടാണ് കേട്ടോ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിചാരിച്ചതുപോലെ തന്നെ രാജഭടന്മാരുടെ കയ്യിൽ ഇവർ രണ്ടുപേരും അകപ്പെട്ടു കേട്ടോ. എന്നിട്ട് സഹോദരനായ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇബ്രാഹിം നബി ഒന്നും ചെയ്തില്ല കേട്ടോ. അതിനുശേഷം സാറാ ബീവിയെ വിളിപ്പിച്ച് ഈ രാജാവ് ഇത്തരം മോശമായ കാര്യത്തിന് സമീപിച്ചപ്പോൾ സാറാ ബീവി ചോദിക്കുന്നുണ്ട്, രാജാവേ, എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വരുന്നത് കൊണ്ട് എനിക്ക് കുളിച്ച് ശുദ്ധിയാവണം, പ്രാർത്ഥിക്കുകയും വേണമെന്ന് പറയുമ്പോൾ രാജാവ് ഓൾറെഡി ഈ ബീവിയെ കണ്ടോടുകൂടി തന്നെ ആകെ മതി മറന്ന് നിൽക്കുവാണ്. അപ്പോൾ ബീവി എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബീവിയുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന രാജാവ് ബീവി വന്നപ്പോൾ തന്നെ ഇതൊക്കെ കണ്ണാടിയിലെന്ന പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നുണ്ട് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ബീവിയെ ഈ രാജാവ് കയറി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ബോധക്ഷയം വന്ന് താഴെ വീഴുന്നുണ്ട് കേട്ടോ. ഇദ്ദേഹം താഴെ വീണത് താൻ കാരണമാണെന്നറിഞ്ഞാൽ ഭടന്മാർ തന്നെ വെറുതെ വിടില്ല എന്നറിഞ്ഞ ബീവി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിനപ്പോൾ വീണ്ടും ബോധം വരുന്നുണ്ട്. വീണ്ടും അദ്ദേഹം അത് തന്നെ ചെയ്യാനായിട്ട് തുനിയുന്നുണ്ട്. ബീവിയെ കയറി പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വീണ്ടും ബോധക്ഷയം വന്ന് താഴെ വീഴും. വീണ്ടും ബീവി ദുആ ചെയ്യും. അങ്ങനെ ഒരു 7ഓളം തവണ ഇത് ആവർത്തിക്കുന്നുണ്ട്. അതെല്ലാം 3 പ്രാവശ്യമാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാജാവിന് സ്വമേധയാ മനസ്സിലായി ഇതൊരു സാധാരണ സ്ത്രീ അല്ല, എന്തോ മഹത്വമുള്ള വനിതയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉദ്യമം അങ്ങോട്ട് ഉപേക്ഷിക്കലാണ് നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ടിട്ട് കാര്യമായിട്ട് തന്നെ ബീവിയോട് അദ്ദേഹം ക്ഷമ അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇബ്രാഹിം നബിയെ വിളിച്ചിട്ട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹജറ ബീവിയെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിബിത്തി വംശജയായിരുന്ന ഹജറ ബീവിയെ സാറാ ബീവിക്കും ഇബ്രാഹിം നബിക്കും സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതിനുശേഷം എന്താ സംഭവിക്കണമെന്ന് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.